അന്ന് മന്ത്രി പി പ്രസാദ്, ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഭാരതാംബയുടെ ചിത്രം പൊതുപരിപാടിയിൽ വെച്ചതിനെതിരെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയും പരിപാടി ബഹിഷ്കരിച്ചു. രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കവെ മന്ത്രി പി പ്രസാദ് ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ പക്ഷേ അന്നതിന് തയ്യാറായില്ല. തുടർന്ന് മന്ത്രി പരിപാടി ബഹിഷ്കരിച്ചു. ഇന്ന് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി വി ശിവൻകുട്ടിയും പരിപാടി ബഹിഷ്കരിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A(e) എന്നിവയ്ക്ക് വിരുദ്ധമായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഭരണഘടനയെ ലംഘിച്ചു. രാജ്ഭവനെ തന്നെ രാഷ്ട്രീയ കേന്ദ്രമാക്കുകയാണ് ഗവർണർ. മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ: അദ്ദേഹം ആ കൊടി അതെടുത്ത് മാറ്റില്ലെന്ന് പറയാണ്. അദ്ദേഹം ചെയ്യേണ്ടത് ഇവിടെ തിരുവനന്തപുരത്ത് RSSന്റെ ശാഖ ഉണ്ട്. അദ്ദേഹത്തിന് അറിഞ്ഞുറങ്ങി നമുക്ക് പറഞ്ഞു കൊടുക്കാം. ആ ശാഖയെ കൊണ്ട് ഇത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ രാജ്ഭവനിൽ കൊണ്ട് ഇത് വയ്ക്കാനൊന്നും പറ്റുന്നില്ല. ഈ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A(e) അതിൽ പറയുന്നത് ഇന്ത്യയുടെ ദേശീയതയുടെ സുവിക്തമായ മതനിരപേക്ഷ സ്വഭാവം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51A(e) പറയുന്നു. അതിന് വിരുദ്ധമായിട്ടാണ് ഗവർണർ പ്രവർത്തിച്ചിരിക്കുന്നത്. മതനിരപേക്ഷയ്ക്കെതിരായിട്ടാണല്ലോ അവിടെ RSSന്റെ ചിഹ്നമെന്ന് പറഞ്ഞ് ഒരു വനിത കാവി കൊടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഒരു ചില്ലിട്ട ഫോട്ടോ ആക്കി വച്ചിട്ട് അതിൻ്റെ മുൻപേ ഒരു വിളക്ക് കൊണ്ട് വച്ചിട്ട് വിളക്ക് തിരി എല്ലാം കത്തിച്ചിട്ട് പൂവെല്ലാം ഇട്ട് തൊഴുതിട്ട് നിൽക്കുന്നത് അദ്ദേഹമാണ് ഭരണഘടന ലംഘിച്ചിരിക്കുന്നത്. കേരളത്തിന് നാണക്കേടാണ്, ഇന്ത്യക്ക് നാണക്കേടാണ്. ഭാരതാംബയുടെ ചിത്രം മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന് ഗവർണർ അറിയിച്ചു. ഭരണഘടനാ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടയാളാണ് ഗവർണർ. ചിത്രം മാറ്റിവെക്കാൻ പറ്റില്ലെന്ന് അറിയിച്ചതിനാലാണ് ബഹിഷ്കരണം. പരിസ്ഥിതി ദിനത്തിൽ പരിപാടി ബഹിഷ്കരിച്ച ശേഷം മന്ത്രി പി പ്രസാദിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യൻ ഭരണഘടന പറയാത്ത ചില കാര്യങ്ങളെ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നല്ലതല്ല. അത് രാജ്യത്തിന് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അവിടെ എങ്ങനെയാണ് മറ്റെത്രയോ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരിക? വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ? വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവർ രാജ്ഭവനിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതല്ലേ? അവരെ എല്ലാവരെയും അഭിസംബോധന ചെയ്യേണ്ടവരിടത്ത് പ്രത്യേകമായൊരു വിഭാഗം മാത്രം ഉപയോഗിക്കുന്ന ഒരു ചിത്രത്തെ എന്തിനാണ് വെക്കുന്നത്? നമുക്ക് ദേശീയ ഗാനമുണ്ട്, ദേശീയ പതാകയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാരതാംബയെ നമ്മൾ സാധാരണഗതിയിൽ വെക്കുന്നത് പോലെയുള്ള ഏത് കാര്യത്തോടും യോജിക്കാൻ സർക്കാരിന് യാതൊരു മടിയുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കടുംപിടുത്തം രാജ്ഭവൻ പറയുന്നതെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അത്തരമൊരു രീതിക്ക് വഴങ്ങുക എന്ന് പറഞ്ഞത് നമ്മുടെ മതനിരപേക്ഷ കേരളത്തിന്, മതനിരപേക്ഷ ഭാരതത്തിന് നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്.